ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു വീക്കെൻഡ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലത്തെ അടുക്കള യുദ്ധമൊന്നും ഇല്ല കേട്ടോ. സ്കൂളില്ല ദിവസങ്ങളിൽ നമ്മൾ രാവിലെ നേരത്തെ കിച്ചണിൽ കയറിയിട്ട് പിന്നെ ഫുള്ള് പണിയല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് വൈകിയ കിച്ചണിൽ കയറിയത്. രാവിലെ എണീറ്റപ്പം തൊട്ട് ആലോചിക്കട്ടോ ഇന്നിനിപ്പോൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്നുള്ളത്. കാര്യമായിട്ട് ഉണ്ടാക്കാനുള്ളൊരു മൂഡൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് ഐറ്റംസ് ഇനിയിപ്പോൾ പറ്റുള്ളൂ, കാരണം വൈകിയതല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ സോനുവിൻ്റെ വക നല്ല കടുപ്പത്തിലൊരു ചായ കാശാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രെഡും മുട്ടിയും കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റണത് സാൻഡ്വിച്ച് അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു വെറൈറ്റി സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബ്രെഡ് രണ്ട് സൈഡും നെയ്യിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരൽപ്പം പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. വീണ്ടും പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പാനിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അതിനിടയിൽ കൂടെ സോണിൻ്റെ അവിടെ ചീസ് ഒന്ന് തണുപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ എഗ്ഗിൻ്റെ മുകളിൽ ഇങ്ങനെ ചൂടാക്കാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന് മുകളിൽ ഒരു ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കുക. ശേഷം ഒരല്പം പാല് ഇതുപോലെ ചേർത്തിട്ട് ഈ ബ്രെഡ് ജസ്റ്റ് ഒന്ന് വെറ്റാക്കി എടുക്കുക. ഇനി ഈ ബ്രെഡ് കവർ ചെയ്യണ രീതിയിൽ മുട്ടയുടെ 4 സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്ത് ബ്രെഡിന് മുകളിലോട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി 2 പീസ്, അതുപോലെ 2 പീസ് സവാളയും കൂടെ വെച്ച് കൊടുക്കുക. ഈ വെജിറ്റബിൾസിനും കൂടെ ഒരു ഉപ്പും പുളിയൊക്കെ കിട്ടാൻ ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ടോപ്പിലായിട്ട് ഒരു ബ്രെഡ് സ്ലൈസും കൂടെ വെച്ച് കൊടുക്കുക. ഈ ഒരൊറ്റ സാൻഡ്വിച്ച് കൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ഒരു ബ്രെഡ് സ്ലൈസും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ 2 സൈഡും ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ ബ്രെഡിന് മുകളിലായിട്ട് ഞാൻ ഒരല്പം ചീസും കൂടെ വെക്കുന്നുണ്ട്. കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ ഞാനിതാ 2 മല്ലിയിലും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിന് മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ചൂടൊക്കെ കാരണം ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. അങ്ങനെ എനിക്കും സോനുവിനുള്ള സാൻഡ്വിച്ച് ഇതാ ചൂടോടെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരൊറ്റ സാൻഡ്വിച്ച് മതി കേട്ടോ, അത്യാവശ്യം വയറ് ഫില്ലാക്കാൻ. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അനുക്കുട്ടി കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ. ഞായറാഴ്ച ആകുമ്പോൾ അനുവിന് കുറച്ച് സമയം അധികം ക്ലാസ് ഉണ്ട് മദ്രസയിൽ. പിന്നെ നമ്മുടെ നൈഷുകുട്ടി ഇവിടെ ഇല്ല കേട്ടോ. ഓള് സ്കൂളില്ലാത്ത ചാൻസിൽ എൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ട് കൊണ്ടുവരണം. അവിടെ ഉമ്മ ഇപ്പൊക്കെ ഉമ്ര കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ ഒക്കെ റാഹത്തായിരുന്നു. പിന്നെ ഉമ്മാക്ക് നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉപ്പാക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും മടിയുള്ള ദിവസങ്ങളിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അങ്ങനത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് സോനു കാറ് കഴുകിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്ക. അപ്പോൾ അവന് കാറ് കഴുകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതിനടുത്ത് അനുക്കുട്ടി മദ്രസൊക്കെ വിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അനുവിനും സോനുവിനും നൈഷുവിനും ഇങ്ങനത്തെ സാൻഡ്വിച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അഗാരോൻ്റെ ഈ ഒരു കാർ വാഷർ വാങ്ങിച്ച് പിന്നെ സോനുവിന് വണ്ടികളൊക്കെ കഴുകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. കാരണം വേഗം ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ. അങ്ങനെ സോനു അവിടെ കാറ് കഴുകുന്നുണ്ട്. അപ്പോൾ ഓനിക്കൊരു കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം മുറ്റടിക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ഇന്നിപ്പോൾ മുറ്റൊന്നും അടിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മുറ്റടിക്കാൻ തുടങ്ങിയപ്പോൾ ഓനിൻ്റെ അടുത്ത് അത് നിർത്താൻ പറഞ്ഞു കേട്ടോ. ബാക്കി ഓന് ക്ലീൻ ആക്കിക്കോളാമെന്ന് പറഞ്ഞു. ഈ കാർ വാഷർ അടിപൊളിയാണ് കേട്ടോ. വെള്ളത്തിനൊക്കെ അത്യാവശ്യം നല്ല ഫോഴ്സ് ഉണ്ട്. പിന്നെ സോനുവിന് ഇത് വെച്ചിട്ട് കാർ കഴുകാനുള്ള ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എന്താ വെച്ചാൽ ഇതാണ്, കാർ പെട്ടെന്ന് സോപ്പ് പതപ്പിച്ചെടുക്കുക. ആദ്യമൊക്കെ ബക്കറ്റിൽ വെള്ളം എടുത്തായിട്ട് ലിക്വിഡൊക്കെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു തുണി എടുത്തിട്ട് കാറിൻ്റെ എല്ലാ ഭാഗത്തേക്കും സോപ്പൊക്കെ ആക്കി പതപ്പിച്ചെടുത്തിട്ടൊക്കെ വേണ്ടേ. ഇതാവുമ്പോൾ വേഗത്തിൽ ആ പണി കഴിയും. പിന്നെ നന്നായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കാറ് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. നേരത്തെ എൻ്റെ അടുത്ത് മുറ്റടിക്കണ്ട, ബാക്കി ഓന് ചെയ്തോളാന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ ഓൻ്റെ മുറ്റടി. ഇവിടെ ഇക്കുള്ള സമയത്തും കാറ് കഴുകി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ മുറ്റൊന്ന് ക്ലീനാക്കി തരാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിന് നല്ല ഫോഴ്സ് ഉണ്ട് എന്നുള്ളത്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഈ മതിലിൽ പായൽ വന്ന ആ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ.
അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ പായലൊക്കെ പോയി മതിൽ നല്ല ക്ലീനായി വരുന്നത്. ആ ഒരു കണ്ണ് വെച്ചിട്ട് ഈ ഒരു മാറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പക്ഷെ സോനുവിനൊരു പേടി, അതിനിപ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടിയിട്ട് അതങ്ങനെ ഓട്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് ഓനത് ഇരുന്ന് കഴുകുന്നുണ്ട്. രാവിലത്തെ ചായ കൂടി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം ബാക്കി ലഞ്ച് റെഡിയാക്കാനുണ്ട്, അതുപോലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് ആദ്യം കഴുകി വെക്കുകയാണ്. ഇന്നിനിപ്പോൾ ഞാൻ സ്പെഷ്യലൊന്നും ഉണ്ടാക്കണില്ല, നാടൻ ചോറും കറികളൊക്കെയാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു നാരങ്ങാച്ചാറും ഞാൻ തലേന്ന് രാത്രി ഇട്ട് വെച്ചതാണ് കേട്ടോ. അച്ചാറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നാരങ്ങാച്ചാറാണ് കേട്ടോ. അതും കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന നാരങ്ങാച്ചാറിനോട് എനിക്ക് താല്പര്യമില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നാരങ്ങാച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. കിച്ചണിൽ ഇതാ ഈ ഒരു ഏരിയ ഒന്ന് റീസെറ്റ് ചെയ്യണമെന്ന് ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെയുള്ള ഈ ഐറ്റംസൊക്കെ ഒന്ന് മാറ്റി അവിടേക്ക് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം. പിന്നെ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ അത് മാറ്റിയിട്ട് അവിടേക്ക് ഞാൻ പുതിയൊരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കിട്ടിയതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ സ്പൈസ് ബോക്സ് നമുക്ക് ക്ലീനിങ്ങിൻ്റെ ടൈമിലൊക്കെ ഇതുപോലെ വോളിയിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കാനും പറ്റും. എനിക്ക് അത് കുറച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അടിപൊളിയായിട്ട് തോന്നി, നല്ല വർക്കിംഗ് ആണ്. പിന്നെ ദാ ഈ ഒരു ഭാഗത്തുള്ള ചുമരും ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു കോർണറിൽ വരുന്ന സ്റ്റാൻഡും. ഈ ഒരു സ്പൈസ് ബോക്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിന് ആ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടിപൊളിയാണ് സംഭവം. തൽക്കാലം മുമ്പുണ്ടായിരുന്ന ആ ഒരു ബോക്സ് മാറ്റിയിട്ട് ഇതൊക്കെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പക്ഷേ ആ പുതിയ സ്റ്റാൻഡ് വാങ്ങിയതിന് ശേഷം ഇവിടെ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ. കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പോൾ ആ ഒരു സ്റ്റാൻഡ് കിട്ടിയതിന് ശേഷം അത് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ദാ ഇനിയിപ്പോൾ ബാക്കി ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ലഞ്ചും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണത്. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറിലേക്കുള്ള കറികളൊക്കെ ആക്കണം. അപ്പോൾ ഇന്ന് ഞാനൊക്കെ സിമ്പിൾ ആൻഡ് വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ ആദ്യം മീൻ പൊരിക്കാനുള്ള മസാല റെഡിയാക്കണം. ഞാനിവിടെ ഒരല്പം വറ്റൽമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നീട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും പുളി വേണ്ട, ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പുളി മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് പുളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ മീനിലേക്കുള്ള മാരിനേഷന്. വേറെ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഞാനിതാ മാന്തളാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു അരപ്പും പിന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് മീൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാനൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ റെഡിയാക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, പപ്പടം വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. പപ്പട ചമ്മന്തി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി വെച്ചിട്ട് ചെയ്യുമ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇനിയിപ്പോൾ അത് തൊലിച്ച് എടുക്കാനുള്ള മടി ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി ഉപയോഗിക്കുക. മറ്റേ ചട്ടിയിൽ ഞാനിതാ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ഉള്ളി എണ്ണയിൽ നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂണ് വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരല്പം പുളി പിഴിഞ്ഞു കൊടുക്കുക. ഈ പുളി ഉള്ളിയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വറ്റി കിട്ടണം കേട്ടോ. തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോഴേക്കും ഇതാ മീനിൻ്റെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഈ ഒരു മസാല വെച്ചിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. പൊതുവേ മാന്തളിൽ നമ്മൾ ഈ മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കാണാൻ പാടായിരിക്കും. പക്ഷെ എന്തിനാ കുറേ മസാല, ഇങ്ങനെ മതിയല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഒരിക്കലെങ്കിലും ആ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് മീനിലൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് നോക്കൊണ്ട് മീൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി പപ്പട ചമ്മന്തിയിലേക്കുള്ള പപ്പടം പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 6 പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ പപ്പടം
പപ്പടം ഇങ്ങനെ നമ്മൾ കൈവച്ച് പൊടിച്ചെടുക്കുമ്പോൾ ആ ഒരു സൗണ്ട് ഇല്ലേ, നല്ല രസമല്ലേ കേൾക്കാൻ. അപ്പോൾ അത് ഞാൻ പപ്പടം തവിട് പൊടിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ഉള്ളിയിലേക്ക് ഒരല്പം കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ പപ്പടം പൊടിച്ചെടുത്തിട്ടുള്ളതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ് നമ്മുടെ ഈ ഒരു പപ്പട ചമ്മന്തി റെഡിയാക്കി എടുക്കാൻ. ഇന്നേ വരെ ഇതിൻ്റെ ടേസ്റ്റ് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ വേഗം പോയി ഉണ്ടാക്കി നോക്കിക്കോട്ടോ. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുതേ. ഇനി ഒരു സിമ്പിൾ കുമ്പളങ്ങ കറി കൂടെ. അപ്പോൾ ആ കുമ്പളങ്ങയിലോട്ട് ഞാൻ 2 പച്ചമുളകും ഉപ്പും അല്പം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു അരപ്പ് റെഡിയാക്കണം. ഒരല്പം തേങ്ങ ചിരവിയതും അതിൻ്റെ കൂടെ തൈരും പിന്നെ ഒരു നുള്ള് കടുകാണ് കേട്ടോ. കടുക് കൂടി പോകരുത്, കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റേ മാറിപ്പോവും. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇന്നിപ്പോൾ നൈസുകുട്ടിയിലായിട്ട് അനുക്കുട്ടിക്ക് വലിയൊരു മൂടില്ല കേട്ടോ. രണ്ടാളും ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ അടി തന്നെ ആയിരിക്കും. പക്ഷെ ഒരാളെ കാണാണ്ടിരുന്നാൽ ഭയങ്കര മിസ്സിങ്ങും. അപ്പോൾ അതാ അവൾ കുളിക്കാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് എണ്ണ ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ നമ്മൾ നേരത്തെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള കുമ്പളങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടോ. ഇനിയിപ്പോൾ സാരമില്ല, ഞാൻ വറ്റിക്കാനൊന്നും നിൽക്കണില്ല. ഇതിലോട്ട് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ കറി കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്. ഏതായാലും ഇന്നിപ്പോൾ ചോറിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അതിലോട്ട് ഞാനൊന്ന് കടുക് താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തലേ ദിവസത്തെ ബിരിയാണി ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇത് പള്ളിയിൽ ബിരിയാണി ചലഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. അത്യാവശ്യം നല്ലോണം കഴിക്കാനുള്ള ചോറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാക്കിയുള്ളതാണ് കേട്ടോ. ഇതൊന്ന് ചൂടാക്കി എടുക്കട്ടെ. അങ്ങനെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ സിമ്പിൾ ലഞ്ചാണ് കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ. ഇതിപ്പോൾ തലേ ദിവസത്തെ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഒരാൾ പോലും അതിൽ തൊട്ട് നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. കുട്ടികൾക്കൊക്കെ ഈ കറികളും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ പപ്പട ചമ്മന്തിയൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ചോറും കറികളും തന്നെയാണ് കഴിച്ചത്. ആൻകുട്ടിക്ക് മീനാണ് കൂടുതൽ ഇഷ്ടമായതെന്നുണ്ടെങ്കിൽ സോനുവിന് പപ്പട ചമ്മന്തിയാണ് കേട്ടോ. സോനു പൊതുവേ മീൻ കഴിക്കൂല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ അനു മീനിനെ പറ്റിയിട്ട് വല്ലാണ്ട് വർണ്ണിച്ചപ്പോൾ സോനു അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഓനിക്ക് എങ്ങനെയൊക്കെ മീൻ ഉണ്ടാക്കി കൊടുത്താലും ഓന് കഴിക്കൂല. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇവിടെ തീരാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ.